എൻ്റെ തൊഴിൽ നീതി മാത്രം നിഷേധിക്കുകയല്ല ചെയ്തത്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സർവൈവൽ അല്ലെങ്കിൽ ഞാൻ താമസിക്കാവുന്ന ഒരു ബേസിക് ആയിട്ടുള്ള എൻ്റെ ഒരു പാർപ്പിട ഇതുപോലും പ്രശ്നവും കൂടെ ഉണ്ടായിട്ടുണ്ട്. ബേസിക് നെസസിറ്റി ഡിനേ ചെയ്തിട്ടുണ്ട്. കേരളത്തിലേക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ സിനിമകളും ഇതൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ലൊക്കേഷൻ സൗണ്ട് റെക്കോർഡിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വരുന്നതാണ്. അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് എറണാകുളത്ത് താമസിക്കാൻ സ്ഥലമില്ല. പക്ഷേ ഇവരൊരു പ്രീ പ്രൊഡക്ഷനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല, അവിടത്തേക്ക് സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വരുവാണ്. അപ്പം എനിക്കവിടെ ഒരു മുറിയുണ്ട്. അതൊരു വലിയ വില്ല പോലത്തെ ഒരു സ്പേസാണ്. അവിടുത്തെ ഒരു മുറി എനിക്ക് താമസിക്കാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ വരുന്നു. പ്രീ പ്രൊഡക്ഷൻ ഇത് തകൃതിയായിട്ട് നടക്കുന്നു. ഒരു കുറച്ച് 1-2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡയറക്ടർ എൻ്റെ അറിയുന്ന സുഹൃത്തായിട്ടുള്ള ഒരാളാണ്. അപ്പം വന്ന് പറയുന്നു, പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ പരാതി പോയിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരു പെൺകുട്ടി മാത്രം ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇതിവിടെ അനുവദിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ വില്ല ഒഴിയണം. അപ്പം സുഹൃത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഡെബ്യൂ ആയിട്ട് ഡയറക്ഷനിലേക്ക് വരുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അത്ര ഇൻട്രസ്റ്റ് ചെയ്യണം എന്തോ കാരണത്താൽ. പക്ഷെ എൻ്റെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എറണാകുളത്ത് വേറെ സ്ഥലമില്ല. പെട്ടെന്ന് ഇവർ പറയുമ്പോൾ ഇറങ്ങിപ്പോകാനും സ്ഥലമില്ലാത്ത രീതിയിൽ എൻ്റെ തൊഴിൽ നീതി മാത്രം നിഷേധിക്കുകയല്ല ചെയ്തത്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സർവൈവൽ അല്ലെങ്കിൽ ഞാൻ താമസിക്കാവുന്ന ഒരു ബേസിക് ആയിട്ടുള്ള എൻ്റെ ഒരു പാർപ്പിട ഇതുപോലും പ്രശ്നവും കൂടെ ഉണ്ടായിട്ടുണ്ട്. ബേസിക് നെസസിറ്റിയും ഡിനേ ചെയ്തിട്ടുണ്ട്. അതൊരു ജെൻഡർ പ്രശ്നമാണ്. അപ്പോൾ ഈ ജെൻഡർ ഇപ്പം ഒരു വോയിസ് കേട്ടിട്ടൊരു ഇത് ഒരു മ്യൂസിക്കിൽ ഒരു സാധനം കഴിയുമ്പോൾ അത് ജെൻഡർ കൊണ്ടാവരുത് ഒരിക്കലും. അത് ക്വാളിറ്റി ഓഫ് വോയിസ് കൊണ്ട് തന്നെ ആവണം. അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ഇപ്പോൾ വർക്കിംഗ് സ്പേസിലേക്കുള്ള സാധനം, വേതനത്തിലുള്ള തുല്യത, ഇതെല്ലാം വരേണ്ടത് ഈ ജെൻഡറിനെ അത് എനിക്കിവിടെ കുറച്ചൊക്കെ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലൊക്കെ ആയിരിക്കും എനിക്ക് പ്രവർത്തിക്കുന്ന ആഗ്രഹം. ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണിത്. എൻ്റെ തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തിന് നഷ്ടപ്പെടുത്തുക. ആ സമയത്താണെങ്കിൽ എനിക്കിവിടെ കൃത്യമായിട്ടൊരു പാർപ്പിടവും ഇല്ലാത്ത സമയത്ത് ഇവരൊരു പകരത്തിനൊരു സ്ഥലം പോലും ആക്കാതെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഇപ്പം പറ്റില്ല, ഇപ്പം പാക്ക് ചെയ്യണം, ഷൂട്ടിൻ്റെ സമയത്ത് ആലോചിക്കാം എന്നുള്ളൊരു രീതിയിൽ പറയുമ്പോൾ, അപ്പം അത്തരം ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ജെൻഡറിൻ്റെ പേരിൽ മാത്രം ഇത്തരം പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇത്തരം ഒരു അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന ആൾ പിന്നീട് എന്താ ചെയ്യുക? ഇപ്പം ഞാൻ ചൂസ് ചെയ്തത് മ്യൂസിക് അതുകൊണ്ടല്ല. എനിക്ക് മ്യൂസിക്കിൽ കൃത്യമായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് സൗണ്ട് കൃത്യം ആ ലൊക്കേഷൻ സൗണ്ടിൽ നിന്നൊക്കെ മാറിയിട്ട് ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കുണ്ടായിട്ടുള്ള അനുഭവം അതാണ്, ജെൻഡറിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള അനുഭവം അതാണ്. ഇത് വേറെയും ഇതിപ്പുണ്ടല്ലോ. ഇപ്പോൾ സാധാരണ ഇപ്പം ഒരു കുടുംബങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് വരാനായിട്ടുള്ള തന്നെ ഒരുപാട് തീർച്ചയായിട്ടും ഞാനൊരു സർക്കാർ ജോലിയിൽ നിന്നുള്ള സെറ്റപ്പിൽ നിന്നാണ് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ കിട്ടി പോകാൻ തീരുമാനിക്കുന്നതും സ്വാഭാവികമായിട്ട് ഒരു വീട്ടിലുണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ എതിർപ്പുകളും അഭിമുഖീകരിച്ചിട്ട് വിദ്യാഭ്യാസ ലോൺ എടുത്ത് അവിടെ പഠിക്കാൻ ചെല്ലണതും ഒക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുപാട് കാലഘട്ടത്തിൽ നമ്മൾ ഭയങ്കര ചലഞ്ചുമായിട്ടൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്തിനാ ഇപ്പം അവർ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു എഡ്യൂക്കേഷൻ ലെവലിലുള്ള എഡ്യൂക്കേഷനുണ്ട്, ഓൾറെഡി ഒരു PG കഴിഞ്ഞ് ജോലിയുണ്ട്. ദെൻ വാട്ട് എൽസ് യു നീഡ് ഫോർ എ വിമൻ ഇൻ ദ സൊസൈറ്റി? പിന്നെ ഇവിടെ എങ്ങാനും ജോലിയൊക്കെ ചെയ്ത് സെറ്റിൽ ആവാന്നുള്ളതല്ലാതെ പിന്നെ ഈ സിനിമയിൽ സൗണ്ട് പഠിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞത് എന്തോ ഈ പോണേന്നുള്ളൊരു ആശ്ചര്യം ഇപ്പോഴും ഉണ്ടായിരിക്കും, കുറേ മനുഷ്യർക്കുണ്ടായിരിക്കും. അത് പറഞ്ഞാൽ അവരുടെ ശരിയാണ്, നമ്മുടെ ശരി ഇതുമാണ്. അല്ല, അതിലും ഈ അവരെ മാത്രമായിട്ട് ഞാൻ കുറ്റം പറയത്തില്ല. കാരണം ഈ ഇപ്പൊ രശ്മി പറഞ്ഞതുപോലുള്ള ഈ ഡിസ്ക്രിമിനേഷൻ നിൽക്കുന്നത് അത് അവരും അവെയറാണ്. അതാണ്. അപ്പൊ നമ്മുടെ ഒരു എന്താണ് സേഫ്റ്റി എന്നോ സുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നോക്കുമ്പോൾ ബാക്കിയുള്ള വേറൊരു സേഫ്റ്റി ആയിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്. വേറെ പോയിട്ട് ചലഞ്ച് എടുത്തിട്ട് ഒരിടത്തും ഇല്ലാതെ പോകണ്ടെന്ന് വെച്ചുള്ള സാധനമുണ്ട്. എന്നാൽ ഈ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമാണെന്ന് കരുതുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് ഈ സേഫ്റ്റി എന്ന് പറയുന്നത് പലപ്പോഴും വേറൊരു തരത്തിലുള്ള കൺട്രോളിന് വേണ്ടിയിട്ടുള്ള കൺട്രോളും എല്ലാം ചേർന്ന ഒരു സ്പേസും കൂടെയാണ്.